ചെകുത്താൻ. അവതരണം ഷിബു ജോസഫ്. രചന വിദ്യാഭ്യാസം. പൊതുവെ നമ്മളല്ലേ അങ്ങോട്ട് പോകുന്നത്, ഇതെന്താ ഇങ്ങനെ? ജോമോൻ മെല്ലെ ചോദിച്ചു. അതോ മോൾക്ക് ഒരാഗ്രഹം. ജോ ഇങ്ങോട്ടല്ലല്ലോ, ഞാനല്ലേ അങ്ങോട്ട് ജീവിക്കാൻ പോകുന്നത്, അതുകൊണ്ട് അങ്ങോട്ട് പോയി നോക്കാം എന്ന് പറഞ്ഞു. അത് ശരിയാണെന്ന് ഞങ്ങൾക്കും തോന്നി, ചിരിയോടെ റോബിൻ പറഞ്ഞു. നല്ല ആഗ്രഹം, ജോമോൻ മനസ്സിൽ പറഞ്ഞു. ഹായ്, ആമരിയ ചിരിയോടെ വിളിച്ചു. ജോമോൻ പുഞ്ചിരി കൊടുത്തു. നിന്നോട് സമ്മതം ചോദിക്കലൊന്നുമില്ല, നേരെ മനസ്സമ്മതം, അടുത്തുടൻ തന്നെ കെട്ട്. എന്താ റോബിൻ? ജോസ് ചോദിച്ചു. എല്ലാം അച്ചായൻ്റെ ഇഷ്ടം. റോബിൻ സമ്മതം കൊടുത്തു. എന്നാ ശരി, നമുക്കിറങ്ങാം, റോബിൻ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു. രാത്രി അത്താഴം കഴിക്കാൻ എല്ലാവരും ഇരുന്നു. പോത്തിറച്ചി എടുക്കടാ, ജോസ് പറഞ്ഞുകൊണ്ട് ജോമോൻ എടുത്ത് കൊടുക്കാൻ പോയി. വേണ്ട, ഞാൻ നോയമ്പാണ്, ജോമോൻ തടഞ്ഞു. അതിനിപ്പോൾ ഒരു നോമ്പും ഇല്ലല്ലോ. റോസമ്മേ, എന്തെങ്കിലും നോമ്പുണ്ടോ? അടുക്കളയിൽ നോക്കി ഉച്ചത്തിൽ ജോസ് ചോദിച്ചു. അവൻ ഈ കല്യാണം മുടങ്ങേണ്ട നോമ്പാപ്പ എടുക്കുന്നത്, കോഴിക്കാലിനെ കടിച്ചോണ്ട് ബോബി പറഞ്ഞു. ഹേ, ജോസ് ഒറ്റാട്ട്. കടിച്ച കോഴിക്കാലിനെ തുപ്പിക്കൊണ്ട് ബോബി നിവർന്നു നോക്കി. ഈ അപ്പൻ ഉറപ്പിച്ച കല്യാണം അത് ഈശോ ഒന്ന് മുടക്കിയാലും മുടങ്ങില്ല. ഈ ജോസ് ഇഞ്ചിക്കടനാണ് പറയുന്നത്, കേട്ടോടാ ജോമോനെ. ഇരുത്തി പറഞ്ഞുകൊണ്ട് ജോസ് എഴുന്നേറ്റു. കർത്താവ് അപ്പച്ചന് സൃഷ്ടിച്ചെങ്കിൽ എന്നെയും ആ കർത്താവ് എന്നെ പള്ളിപ്പട്ടത്തിന് കൊണ്ടുപോകും. എനിക്ക് വിശ്വാസമുണ്ട്, അപ്പനെക്കാട്ടിലും എൻ്റെ കർത്താവിന് ശക്തി കൂടുതലാ, ജോമോൻ മെല്ലെ പറഞ്ഞു. നോക്കാം, ഈ അപ്പനാണോ ജയിക്കുന്നത് കർത്താവാണോ ജയിക്കുന്നതെന്ന്. മുണ്ടും തോളിലിട്ടുകൊണ്ട് ജോസ് പോയി. ജോമോൻ ഒന്നും കഴിക്കാതെ എഴുന്നേറ്റ് പോയി കൈ കഴുകി. ഓ, ലവനും പോയി. ഹോ, എനിക്ക് വയ്യ, ഇതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് തിന്നി തീർക്കണ്ടേ. കർത്താവ് എത്ര വലിയവനാ. രണ്ടുപേരെയും നോക്കിക്കൊണ്ട് ജോമന്റെ പ്ലേറ്റിലുള്ളത് ബോബി എടുത്ത് കഴിച്ചു. പോത്തിന്റെ സ്വഭാവമാണല്ലോ ബോബിച്ചനി, ഏലിയാമ്മ അടുത്തൊന്ന് പറഞ്ഞു. നീ പൊടി എലി, ബോബൻ അവളുടെ തലയിൽ അടിച്ചുകൊണ്ട് ഓട്ടിച്ചു. റോസി പ്രാർത്ഥന മുറിയിൽ പോയപ്പോൾ ചില്ലുകുപ്പി വിതറി അതിൽ മുട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ജോമോനെ കണ്ട് ആ മാതൃഹൃദയം ഒന്ന് പതറി. മോനി, ഞെട്ടലോടെ റോസി വിളിച്ചു. ജോമോൻ കുരിശും വരച്ച് എഴുന്നേറ്റു. അവന്റെ കണ്ണുകൾ നിറഞ്ഞു കൊളുമ്പി. പോട്ടടാ മോനി, അപ്പനെ അറിയാലോ നിനക്ക്, എല്ലാം മറന്ന് കുടുംബജീവിതം ജീവിക്കാൻ നോക്ക്. അച്ചമ്പട്ടം നീ അങ്ങ് മറന്നേക്ക് മോനി, റോസി ജോമോന്റെ തലയിൽ കലോടിക്കൊണ്ട് പറഞ്ഞു. വിവാഹ കുതാശ അത് പവിത്രമാണ്, പക്ഷെ അതിലേറെ പവിത്രത അല്ലയോ കർത്താവിന്റെ മണവാളൻ. അതെന്താ അപ്പം മനസ്സിലാക്കത്തെ? എന്റെ ഇഷ്ടം എന്താ അപ്പം മനസ്സിലാക്കത്തെ? തമ്പുരാൻ എന്ത് തീരുമാനിച്ചിരിക്കുന്നോ അത് നടന്നിരിക്കും, റോസി പറഞ്ഞുകൊണ്ടുപോയി. രാത്രി ബോബി തുളസിയോട് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ജോമോൻ കണ്ടു. നിന്റെ കാര്യം നടന്നല്ലോ, എന്റെ കാര്യം തന്നെ, വേദനയോടെ ജോമോൻ പറഞ്ഞു. ബോബി അവളോട് പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കാൽ കട്ടാക്കി. അപ്പന് മനസ്സിലാകുന്നില്ല, അപ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത് അത് പറയേ. എനിക്കറിയില്ല, ഈ കല്യാണം നടന്നാൽ അതെന്റെ മരണമായിരിക്കും. എന്ത് ചെയ്യുമോ ഇല്ലയോ, ഈ കല്യാണം നടക്കാൻ പാടില്ല, വാശിയോട് ജോമോൻ പറഞ്ഞു. ഇന്നുവരെ ഒരാഗ്രഹവും ആരോടും പറഞ്ഞിട്ടില്ല, ആദ്യത്തെയും അവസാനത്തെ ആഗ്രഹമാണ്. പാവം, മനസ്സിലോർത്തുകൊണ്ട് ബോബൻ ജോമോന്റെ കയ്യിൽ പിടിച്ചു. ഞാനുണ്ടടാ, ചിരിയോടെ ബോബൻ പറഞ്ഞു. അടുത്ത ദിവസം ബോബൻ ആമരിയുടെ വീട്ടിൽ പോയി. ബോബൻ വാ ഇരിക്കേ, ചിരിയോടെ റോബിൻ വരവേറ്റു. എന്താ മോനി? റോബിൻ വന്ന കാര്യം ചോദിച്ചു. അത് അങ്കിൾ, ജോമോന് ഈ കല്യാണത്തിന് ഇഷ്ടമില്ല, അവന് പട്ടം പഠിക്കാൻ പോകണം എന്നാണ് ആഗ്രഹം. അപ്പനോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, അങ്കിൾ ഒന്ന് മനസ്സിലാക്കണം, ബോബൻ പറഞ്ഞു നിർത്തി. എല്ലാവരും ഒരു നിമിഷം പരസ്പരം നോക്കിക്കൊണ്ട് പൊട്ടിച്ചിരിച്ചു. മോനെ ബോബ, എല്ലാം ജോസ് പറഞ്ഞു, എല്ലാം കേട്ടിട്ട് തന്നെയാണ് ഈ കല്യാണത്തിന് സമ്മതം പറഞ്ഞത്. ജോമോനെപ്പോലെ നല്ലൊരു ചെക്കനെ മഷിയിട്ട് നോക്കിയാലും കിട്ടില്ല. മോനി, കല്യാണം കഴിയുമ്പോൾ അതൊക്കെ ശരിയാകും, വന്ന സ്ഥിതിക്ക് കഴിച്ചിട്ട് പോവാം.
ചിരിയോടെ റോബിൻ പറഞ്ഞു. വേണ്ട അങ്കിൾ. ബോബൻ ഒന്നും മിണ്ടാതെ എഴുന്നേറ്റു. മോനെ, ഈ കല്യാണം നടക്കും, ഇനി ആരെന്തു പറഞ്ഞാലും, റോബിൻ ബോബിയുടെ തോളി തട്ടി പറഞ്ഞു. ബോബൻ ഒന്നും മിണ്ടാതെ പോയി. തറവാട്ടിൽ. ബോബ നിൽക്ക്. അകത്തേറി വന്ന ബോബനെ ജോസ് വിളിച്ചു. ബോബൻ ഒന്നും മിണ്ടാതെ ഇന്നു. നീ റോബിൻ്റെ വീട്ടിൽ പോയിരുന്നോ? ജോസ് കടുപ്പത്തിൽ ചോദിച്ചു. പോയിരുന്നു, ബോബൻ മോൻ കൊടുക്കാതെ പറഞ്ഞു. എന്നിട്ടെന്തായി? ചിരിയോടെ ജോസ് ചോദിച്ചു. എന്താവൻ? അപ്പം പോലും അവനെ മനസ്സിലാക്കുന്നില്ല, പിന്നെയല്ലയോ മൂന്നാമൻ. ബോബൻ പറഞ്ഞുകൊണ്ട് തൻ്റെ മുറിയിൽ പോയി. എല്ലാവരോടും ചേർത്ത് പറയുക, ഈ കല്യാണം നടക്കും, നടന്നിരിക്കും, നിർത്താൻ ആരും നോക്കണ്ട, ജോസ് ഉച്ചത്തിൽ പറഞ്ഞു. അമ്പലത്തിൽ നിന്ന് തുളസി പ്രസാദം കൊണ്ട് ബോവന്റെ നെറുകിൽ തൊട്ടു. എന്താ ഏട്ടാ, എന്തു പറ്റി? സംശയത്തോടെ തുളസി ചോദിച്ചു. ബോവൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു. അപ്പോൾ അപ്പൻ എങ്ങനെ നമ്മുടെ ബന്ധം അംഗീകരിക്കും? സംശയത്തോടെ തുളസി ചോദിച്ചു. ജോമോനല്ല ബോവൻ, ആഗ്രഹിച്ചു പോയവളെ ചേർത്ത് പിടിക്കും, ആരെതിർത്താലും. അതാണ് ബോവൻ. തുളസി ചെറുചിരി കൊടുത്തു. എന്നാലും ഈ റോബിനും ഒരു കിഴങ്ങനായി പോയല്ലോടാ. ബോവൻ ഒറ്റവലിക്ക് മദ്യത്തിനെ കുടിച്ചോണ്ട് ചോദിച്ചു. ജോമോൻ ചുറ്റും നോക്കി. എല്ലാ സ്ഥലത്തും കല്ലറ. എടാ, നിനക്ക് കുടിക്കാൻ വേറെ ഒരു സ്ഥലമില്ലേ? പേടിയോടെ ജോമോൻ ചോദിച്ചു. നമ്മൾ അവസാനം ഇങ്ങോട്ടല്ലടാ വരുന്നത്, അതുകൊണ്ട് ഇപ്പോഴേ വരണോ? ജോമോൻ ചോദിച്ചു. എന്നാലും എൻ്റെ തുളസി, അവളെനിക്ക് വേണം, ചിരിയോടെ ബോവൻ പറഞ്ഞു. ജോമോൻ സന്തോഷത്തോടെ അവൻ്റെ സന്തോഷത്തിനെ നോക്കിയിരുന്നു. നാളെ ജോമോൻ്റെ എൻഗേജ്മെന്റ്. തറവാടാകെ സന്തോഷത്തിലാണ്. ജോമോൻ്റെ ഹൃദയം കരത്തു. ജോമോൻ ഈശോയുടെ അടുത്ത് പോയി. കർത്താവേ, തോറ്റുപോയത് ഈ ഞാൻ മാത്രമല്ലയോ? സാരമില്ല, കർത്താവിൻ്റെ തീരുമാനം ഇതാകുമല്ലയോ? നിറകണ്ണോടെ കഴുത്തിൽ കിടന്ന വെള്ളിക്കുരിശുമാലയെ ജോമോൻ ഊരിവെച്ചു. ഇനി എനിക്ക് ഇതൊക്കെ എന്തിനാ? നോമ്പും പ്രാർത്ഥനയും ചെയ്ത എന്നെ ഞാൻ വിശുദ്ധിയാക്കിയത്. വിശുദ്ധി ലോകാണിയുവാൻ വേണ്ടി മാത്രമായിരുന്നു. ഇനി ഇതൊക്കെ എനിക്കെന്തിന്? ഇതൊക്കെ ബോവൻ നോക്കിയിരുന്നു. അവന് ഞാൻ കൊടുത്ത വാക്കാണല്ലോ, അതുപോലെ നിറവേറ്റാൻ എനിക്കാകുന്നില്ലല്ലോ. എനിക്കെന്തെങ്കിലും ചെയ്തേ പറ്റൂ. ബോവൻ പറഞ്ഞുകൊണ്ട് പുറത്തുപോയി. നേരം പുലർന്നു. എല്ലാവരും ഒരുക്കങ്ങൾ തുടങ്ങി. ഈ സമയത്ത് ബോവൻ അങ്ങോട്ട് പോയി. വെപ്രാളത്തോടെ ജോസ് ചോദിച്ചു. ആർക്കും ബോവൻ എവിടെയാണെന്നറിയില്ല. അവൻ വരുമ്പോൾ വരട്ടെ, ജോസ് പറഞ്ഞുകൊണ്ട് തിരക്കിലായി. ജോമോൻ ഒരുങ്ങി ഹാളിൽ വന്നു. റോസി നിസ്സഹായതയോടെ നോക്കിയിരുന്നു. പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് എല്ലാവരും പള്ളിയിൽ പോയി ഇറങ്ങി. പള്ളിയിൽ ജോമോൻ വന്നു. ഏറെ നേരമായും റോബിന്റെ കുടുംബം വന്നില്ല. ജോസ് സൈകിട്ട് റോബിനെ വിളിച്ചു. റോബിൻ കട്ടാക്കി വിട്ടു. എല്ലാവർക്കും പരിഭവം നിറഞ്ഞു. ജോസ് ഫോൺ എടുത്തതും ഒരു കാർ വന്നിരുന്നു. അതിൽ നിന്ന് റോബിൻ ഇറങ്ങി. എന്ത് പണിയാ നീ കാണിച്ചത്? റോബിനെ കണ്ടതും ജോസ് ഓടിച്ചെന്ന് ദേഷ്യത്തിൽ ചോദിച്ചു. മോളെ കാണുന്നില്ല, പതർച്ചയോടെ റോബിൻ പറഞ്ഞു. എന്നതാ? ഞെട്ടലോടെ ജോസ് ചോദിച്ചു. ഇത് കേട്ട് എല്ലാവരും ഞെട്ടി. ജോമോന്റെ മുഖം ആശ്വാസത്താൽ നിറഞ്ഞു. എങ്ങോട്ട് പോയി? ജോസ് ചോദിച്ചു. അറിയില്ല, റോബിൻ തകർന്നു. തുടരും.